എന്നാലും വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കേണ്ടിയിരുന്നില്ല. എന്തൊക്കെയായിരുന്നു. വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് എന്താ ഇപ്പൊ കുഴപ്പം? UDF സർക്കാർ ഇങ്ങോട്ട് അധികാരത്തിൽ വന്നോട്ടെ, യുവാക്കൾക്ക് അവർ ആഗ്രഹിച്ച പോലെ മോഡിഫിക്കേഷൻ നടത്താം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പൂക്കി മുഖ്യൻ പറഞ്ഞ വാഗ്ദാനം ആരും മറന്നു കാണില്ലല്ലോ അല്ലേ? ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നാൽ രൂപവും ശബ്ദവും ഒക്കെ മാറ്റി റോഡിലൂടെ വണ്ടിയുമായി പാഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും സ്വപ്നം കാണാത്ത വാഹനപ്രേമികൾ ഉണ്ടാകില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ യുവജനങ്ങൾ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടായിരുന്നില്ലേ എല്ലാവരെയും നുണ പറഞ്ഞു പറ്റിച്ചത്? തുടക്കത്തിൽ സീറ്റ് കവർ മാറ്റാം, സ്റ്റിയറിംഗ് കവർ മാറ്റാം എന്നൊക്കെ പറഞ്ഞൊരു പ്രഹസനം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണല്ലോ മോഡിഫിക്കേഷൻ. പറ്റിക്കപ്പെട്ടോ എന്ന് പേടിച്ച ജൻസികളോട് വീണ്ടും നുണയുമായി മുഖ്യമന്ത്രി എത്തി. അല്ല, ഇതൊക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ്. മോഡിഫിക്കേഷൻ എന്തായാലും നടത്തും. മറന്നിട്ടില്ലല്ലോ, ഞാൻ നെഹ്റുവിയൻ കോൺഗ്രസ് ആണ്, ഇന്ദിരാഗാന്ധി പ്രിയദർശിനി പദ്ധതി കേട്ടതൊക്കെ ഓർമ്മയില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രി. കേന്ദ്രം പറയുന്നത് വാഹന മോഡിഫിക്കേഷൻ നിയമപരമായി നിലനിൽക്കാത്തതാണെന്നും മോഡിഫിക്കേഷൻ സംബന്ധിച്ച മാനദണ്ഡങ്ങളോ സാങ്കേതിക സ്പെസിഫിക്കേഷനുകളോ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി രൂപീകരിക്കാൻ നിയമപരമായ അധികാരമില്ലെന്നും കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. പൊതുസുരക്ഷ കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വേഗപരിധി വേണമെങ്കിൽ നിശ്ചയിക്കാമെന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ആ വാഗ്ദാനവും വെള്ളത്തിലായി. തിരഞ്ഞെടുപ്പ് സമയത്ത് ജൻസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ പ്രചാരണങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒന്നായിരുന്നു ഈ മോഡിഫിക്കേഷൻ. ഓരോ സ്ഥലത്തെയും റോഡുകളും തിരക്കുമെല്ലാം അനുസരിച്ച് നടത്തേണ്ട ഒന്നാണ് മോഡിഫിക്കേഷൻ എന്ന് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം യുവാക്കളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ലേ സതീശൻ? എല്ലാ കാര്യങ്ങളിലും കേന്ദ്രത്തിനെ സുഖിപ്പിച്ചു നിൽക്കുന്ന സതീശൻ സർക്കാർ മോഡിഫിക്കേഷനിൽ എതിർത്തു നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഓരോ വിദ്യകളാണെന്ന് വൈകാതെ മനസ്സിലാകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു കൂട്ടർ വരും: ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു, കേന്ദ്രത്തിനോട് എതിർത്ത് പറഞ്ഞു, പക്ഷെ നടന്നില്ല. മോഡിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ മറക്കണം, ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അറിയാലോ, നുണേശനും സതീശനും കൂട്ടരുമാണ്. ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.